സന്ധികളിലുണ്ടാകുന്ന വേദന അഥവാ സന്ധിവാതം ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണ്. സന്ധികളിലുണ്ടാകുന്ന വേദന 100 മുതൽ 150 വരെ രോഗങ്ങളുടെ ലക്ഷണമാകാം. സന്ധികളിൽ വേദന ഉണ്ടാകുന്നു അല്ലെങ്കിൽ സന്ധിയിൽ വലിച്ചിലുണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നമ്മളോട് പറയുകയാണ് എന്തോ ശരിയല്ല, അത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് തരുന്ന ഒരു സിഗ്നലാണ്, ഒരു വാണിംഗ് ആണ്. അതിന് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പനി ഒരാൾക്ക് വരുമ്പോൾ അത് വൈറൽ ഫീവർ കൊണ്ടുണ്ടാകാം, മലേറിയ കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാൻസർ കൊണ്ടുണ്ടാകാം. അപ്പോൾ പനി എന്തു വരുന്നത് ഒരു ലക്ഷണമാണ്. അതിൻ്റെ രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മാത്രമേ പനി മാറത്തുള്ളൂ. അതുപോലെ തന്നെ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കൊണ്ടുണ്ടാകാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മലയാളത്തിൽ ആമവാദം എന്ന് പറയും. അതുപോലെ SLE, യൂറിക് ആസിഡ് കൂടിക്കൊണ്ടാകുന്ന ഗൗട്ട്, അങ്ങനെ പല അസുഖങ്ങൾ കൊണ്ടും സന്ധികളിലുണ്ടാകുന്ന വേദന ഉണ്ടാകാം. അത് പലപ്പോഴും സംഭവിക്കുന്നത് സന്ധിവേദന എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പല ഡോക്ടർമാർ തന്നെയും വേദനസംഹാരി ഗുളികകൾ കൊടുക്കുന്നു. വേദനസംഹാരി ഗുളികകൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. നമ്മുടെ ശരീരം നമുക്ക് തരുന്ന വാണിങ് നമ്മൾ കണ്ണടക്കുകയാണ്. നമ്മൾ അതിലോട്ട് നോക്കുന്നില്ല. അതിലോട്ട് നോക്കാതെ അതിനെ വേദന കടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സന്ധികൾ ക്രമേണ ദ്രവിച്ച് ഇല്ലാതാകാനും അത് തേയ്മാനം സംഭവിക്കുവാനും അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജ് ആകാനും സാധിക്കും. അപ്പോൾ സന്ധികളുണ്ടാകുന്ന വേദന നമ്മൾ കഴിയുന്നതും വേഗം ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് അത് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ സന്ധിവാതത്തെക്കുറിച്ച് വളരെയധികം മിഥ്യാധാരണകൾ നിലവിലുണ്ട്. ഡോക്ടർമാരുടെ ഇടയിൽ പോലും ഇതിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണ നിലവിലില്ല എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാരണമാണ്. വളരെ അപ്രിയകരമായൊരു സത്യമാണ്. പലപ്പോഴും ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന, ഏറ്റവും സാധാരണമായിട്ട് കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സന്ധിവേദനയ്ക്ക് അലോപ്പതിയിൽ ചികിത്സയില്ല എന്ന് പറയുന്നതാണ്. ഇത് തെറ്റായൊരു കാര്യമാണ്, വളരെ തെറ്റായൊരു കാര്യമാണ്. കഴിഞ്ഞ 15 മുതൽ 20 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ടായിട്ടുള്ള പുരോഗതി കാരണം സന്ധികളിലുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ സന്ധിവാതം അത് രോഗം കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാനും കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാനും പലപ്പോഴും നമുക്ക് ക്യൂർ ചെയ്യുവാനും അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുവാനും ഉള്ള ഒരു ചികിത്സ അലോപ്പതിയിൽ അവൈലബിൾ ആണ്. ഈ സന്ധികളിലുണ്ടാകുന്ന വേദനയെയും സന്ധികളിലുണ്ടാകുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര വിഭാഗമാണ് റുമറ്റോളജി എന്ന് പറയുന്ന ഡിവിഷൻ. അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ റുമറ്റോളജിസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇത് കറക്റ്റായിട്ട് രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓരോ രോഗിയെയും പ്രത്യേക തരത്തിൽ ഇൻഡിവിജ്വലൈസ് ചെയ്ത് എന്ത് രോഗമാണ് എന്ന് ലക്ഷണങ്ങൾ മൂലവും ചില ടെസ്റ്റുകൾ വെച്ചും കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1-2 മാസത്തിനുള്ളിൽ തന്നെ, ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ വളരെ നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാകും. മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പേഷ്യൻസിനെ നോർമൽ ജീവിതത്തിലോട്ട് മടങ്ങിയെത്താൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ മിഥ്യാധാരണ ഞാൻ പറഞ്ഞു, ഇതിന് അലോപ്പതിയിൽ ചികിത്സ ഇല്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു സമീപനമാണ്. 2, എല്ലാ സന്ധിവേദനയ്ക്കും ഒരേ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരിക്കലും നമുക്ക് ആശ്വാസം കിട്ടത്തില്ല. കാരണം അതിൻ്റെ കാരണത്തെ കണ്ടുപിടിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ കാരണത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. പിന്നെ മൂന്നാമത്തത്, ഒരു പേഷ്യൻ്റ് വാദം വന്നു, സന്ധികളിൽ വേദന വന്ന് കിടന്നുപോയാൽ ഇനി എഴുന്നേറ്റ് നടക്കത്തില്ല. അത് തെറ്റായൊരു ധാരണയാണ്. പലപ്പോഴും നമുക്ക് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ, ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ അവർ നോർമൽ ലൈഫിലോട്ട് മടങ്ങിയെത്തും. അപ്പോൾ ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രിവലൻ്റ് ആണ്. പിന്നെ വേറൊരു മിഥ്യാധാരണ എന്ന് പറയുന്നത്, സന്ധികളിൽ വേദന വന്നു കഴിഞ്ഞാൽ കിഴി വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് മാറും. അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, ഞാൻ പറഞ്ഞു, അകത്ത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ, രക്തത്തിൽ നിന്നാണ് ഈ രോഗങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് നമ്മൾ പുറത്ത് ഓയിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ വേദന സംഹാരികൾ കഴിക്കുക എന്ന് പറയുന്നത് കണ്ണട ചിരുട്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അതൊരിക്കലും അതിൻ്റെ മൂലകാരണത്തെ ശരിയാക്കുന്നില്ല. ഉള്ളിലാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടത്. അതുപോലെ ഈ രോഗങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ പല കാരണങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് ഒരു ഒറ്റമൂലി ചികിത്സയും ഒരിക്കലും ഇല്ല. എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം നമ്മൾ ചികിത്സിക്കാം.